ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിനെ കൊല്ലാൻ വേണ്ടി രാജീവും അരുണും കൂടി ഗുണ്ടകളെ അയച്ചതും അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും കൂടി വന്ന് പറയാണ് നമ്മുടെ നിധിയുടെ അടുത്ത്. അത് കേൾക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, മോളെ നിധി, ഇവർ പറയുന്നതൊന്നും കേൾക്കണ്ട, ഇവർ വെറുതെ ഇവനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാ. അരുണെ, ഇവളെ അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധിയെ കൊണ്ടുപോകാൻ നോക്കാം. അപ്പോൾ ആ സമയത്ത് അരുണ് നൊണ്ടാണ്ട് നടക്കുകയാണല്ലോ. അത് കണ്ടിട്ട് നമ്മുടെ നിധിക്ക് മനസ്സിലാവാണ് ഇതും അഭിനയമായിരുന്നു എന്ന്. ഈ അരുണ് വീണ് കാലിന് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞത് അഭിനയമായിരുന്നു എന്ന് നമ്മുടെ നിധിക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഓഹോ, ഇതും അഭിനയമായിരുന്നു എന്ന്. നിങ്ങൾ എന്തൊക്കെയായി ചെയ്ത് കൂട്ടണത്? നിങ്ങളൊരു അച്ഛനാണോ? സ്വന്തം മകളുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുകയാണോ? സ്വന്തം മകളെ വീട്ടിൽ അടച്ചിട്ടിട്ട് അഭിമാനിയാകാൻ നോക്കുകയാണോ നിങ്ങൾ? ഇനി മേലാൽ എന്നെ ആരും തിരഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ ഇവരുടെ കൂടെ ഇറങ്ങിപ്പോവാണ്. ഇനി മേലെ അച്ഛനാണോ ആങ്ങളാണോ അമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും വരരുത് എന്നൊക്കെ പറയാണ് നമ്മുടെ നിധി. അങ്ങനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മുടെ നിധി അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം സുധീഷ് പറയാണ്, നിധി ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം, ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അരുണിൻ്റെ അടുത്തെത്തുമ്പോൾ അരുണിൻ്റെ കരണം പൊട്ടിക്കുകയാണ്. അപ്പോൾ നീയല്ലേ എന്നെ അവിടെ വെച്ച് തല്ലിയത്, ഞാൻ അറിയില്ല എന്നാണോ നീ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അരുണിനെ 2-3 പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്